സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ. ഇതൊരു യുദ്ധമായി സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് അറിവ്, നോളജ്. ആഴത്തിൽ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. ഇന്റലക്ച്വൽ ഗെസ്സിംഗ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് സ്ഥിരമായി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റാങ്ക് മേക്കിംഗ് ടോപ്പിക് പരിചയപ്പെടാം. ഒരു മാർക്ക് നമുക്ക് ഇവിടുന്ന് വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. സോ എപ്പോഴും സ്മാർട്ടായി തന്നെ പഠിക്കുക. കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളതാണ് ഒരു റാങ്ക് ഹോൾഡറിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം PSCയുടെ സിലബസ് 1 മുതൽ അവസാനം വരെയുള്ള ടോപ്പിക്സ് 100% പെർഫെക്ഷനിൽ പഠിക്കാൻ ഒരു മനുഷ്യായുസ് പോരാ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഒറ്റ ടെക്സ്റ്റ് പഠിക്കണമെങ്കിൽ പോലും കുറേ വർഷങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് കുറച്ചുകൊണ്ട് ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുക. പക്ഷേ ഉഴപ്പാതെ ആഴത്തിലിറങ്ങി പഠിക്കുകയും വേണം. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞുതരാം. അതുകൊണ്ടാണ് പറയുന്നത് ട്രെൻഡ് അറിഞ്ഞ് പഠിക്കണം. PSCയുടെ പൾസ് അറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ചോദ്യപേപ്പറെ വിശകലനം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? ടെലിഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഇത്തരം ധാരാളം റാങ്ക് മേക്കിംഗ് ടോപ്പിക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ SI മെയിൻസ് പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. സ്ഥിരം ഈ ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് ധാരാളം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. മറ്റുള്ളവർ ആ ചോദ്യം സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. അപ്പൊ ഇന്ന് ക്ലാസ് കഴിയുന്നതിന് ശേഷം ഈ ചോദ്യം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇതിന്റെ ഉത്തരം നിങ്ങൾ ശരിയാക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്തോണേ. അതിനു മുമ്പ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്? മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രം കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഇൻഏലിയനബിൾ റൈറ്റ്, വിച്ച് മീൻസ് ആ അവകാശം അവന് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. നമ്മൾ നാച്ചുറൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അത് ഒരിക്കലും അവരിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം, അത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഫണ്ടമെന്റൽ മൗലികമായ അവകാശങ്ങളാണ്. ഇത് നമ്മൾ ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആശയം കടം കൊണ്ടത്? യെസ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യമാണ്. അപ്പോൾ എന്താണ് DPSP? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നത് അല്ലെ. ഒരു രാഷ്ട്രം എങ്ങനെ മര്യാദയ്ക്ക് ഭരിക്കണം എന്ന് ഭരണഘടനയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ തത്വങ്ങൾ, മാർഗനിർദ്ദേശം, എങ്ങനെ ഭരിക്കണം എന്നുള്ള കൃത്യമായ മാർഗം ഗവൺമെന്റിന് കൊടുക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് DPSP, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അയർലാൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെ. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ നമുക്ക് കാണാൻ സാധിക്കും. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51 അതാ കാണുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഫണ്ടമെന്റൽ റൈറ്റ്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ റൈറ്റ്സ് അവകാശങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് പോളിസികളാണ് അല്ലെ. അത് ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, പണ്ട് UPSCയിൽ ചോദിച്ച ചോദ്യമാണ്. ഒരു രാഷ്ട്രം ഭരിക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ തത്വം എന്തായിരിക്കണം എന്തായിരുന്നു ചോദ്യം. ഇപ്പൊ ഓപ്ഷൻസ് ഫണ്ടമെന്റൽ റൈറ്റും ഉണ്ട്. അപ്പം ചോദ്യത്തിനകത്ത് ഫണ്ടമെന്റൽ എന്നൊരു വാക്കുണ്ട്, ഓപ്ഷൻ അത് ഫണ്ടമെന്റൽ ഉണ്ട്. അപ്പൊ എല്ലാവരും ഫണ്ടമെന്റൽ റൈറ്റ് ചൂസ് ചെയ്തു. അല്ല, ഇതാണ് DPSP എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം ഭരിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് DPSPയിലാണ്. ഇതാണ് ഞാൻ ഒന്നും അറിയാതെ കറക്കി കുത്താൻ പോയി കറക്കി കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ശാസ്ത്രീയമായി ആഴത്തിൽ പഠിച്ചിട്ട് കറക്കി കുത്തണം. ഇപ്പോഴും പല മണ്ടന്മാരും പറയുന്നത് കറക്കി കുത്ത് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണെന്ന്. കൃത്യമായിട്ടുള്ള ധാരണ അവിടെ വന്നിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം കറക്കി കുത്ത് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ കറക്കി കുത്താണ് അല്ലെ. ബൗദ്ധികമായ ഒരു എക്സസൈസ് ആണ്. ഈ പറഞ്ഞ കണ്ണടച്ചുള്ള കറക്കി കുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ടന്മാർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഒരുപക്ഷെ അവർക്ക് അതുമായിട്ട് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ തലച്ചോറിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു ആ ലെവലിലായിരിക്കാം. ഈ ഒരു പുസ്തകത്തിന്റെ കവർ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും അല്ലെ. ഒരു പുസ്തകത്തിന്റെ കവർ കണ്ടിട്ട് ആ പുസ്തകത്തിന്റെ ഉള്ളടക്ക വിലയിരുത്തലെന്ന് പറയും. അപ്പം കറക്കി കുത്തുന്ന ഒരു വാക്ക് കണ്ടിട്ട് ഈ ഫിലോസഫിയെ വിലയിരുത്തുന്ന ആൾക്കാർ ഒരു ബുദ്ധി വളർച്ചയുടെ പ്രശ്നമായിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്.
നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കറക്കിക്കുത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കറക്കിക്കുത്താണ്. നോളജ്, അറിവാണ് അതിന്റെ അടിസ്ഥാനം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഫണ്ടമെന്റൽ എന്നൊരു വാക്ക് ചോദ്യത്തിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് കുത്തല്ല, DPSP തന്നെ കുത്തുക. അപ്പോ ബേസിക് റൈറ്റ്സ് ആണ്, ഗൈഡ് ലൈൻസ് ആണ്, കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു ചോദ്യം, ഇതിനകത്ത് എവിടെയാണ് രാഷ്ട്രീയമുള്ളത്? രാഷ്ട്രീയം, പൊളിറ്റിക്സ്. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? സ്ട്രഗിൾ ഫോർ പവർ ആണ്, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ? പൊളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സബ്ജക്റ്റ് ആണെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി വടംവലി. അപ്പം കുട്ടികൃഷ്ണമാരാരുടെ ഒരു പുസ്തകമുണ്ട്, ഭാരത പര്യടനം എന്ന് പറയും, അല്ലെ? അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുടെ ചരിത്രമാണ് മനുഷ്യരാശിയിൽ ഉടനീളം കാണുന്നതെന്നോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്താണ് പൊളിറ്റിക്കൽ ഡെമോക്രസി? ഇവിടെ എല്ലാവർക്കും തുല്യത വേണം. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മെൻ ആർ ബോൺ ഈക്വൽ, അല്ലെ? ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്ന് പറയും. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലകളിലാണ്. ആ ചങ്ങല പൊട്ടിക്കുക, രാഷ്ട്രീയമായ ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിസ്ഥാന തത്വം. ഉദാഹരണമാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഇതിന്റെ ഉള്ളില് എല്ലാ മനുഷ്യനും രാഷ്ട്രീയമായ ജനാധിപത്യവും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ സ്വഭാവം കാണിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, BJP, CPM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, അത് മാത്രമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എവിടെയൊക്കെ സ്ട്രഗിൾ ഫോർ പവർ ഉണ്ട് അവിടെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, മനസ്സിലായല്ലോ? പക്ഷേ DPSP എന്താ പറയുന്നത് അറിയോ? ആർട്ടിക്കിൾ 39B, C ഒക്കെ നിങ്ങൾ പഠിക്കും. DPSP നമ്മൾ ഉറപ്പുവരുത്തുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസിയാണ്. സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജനാധിപത്യം എന്ന് പറയാം, അല്ലെ? ഇവിടെ നിന്ന് നമുക്കിപ്പോ സ്ഥിരം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അംബേദ്കർ സഹിതം പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ കുമാരനാശാൻ സഹിതം ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസി ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് വേണ്ടത് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഡെമോക്രസി ആണുള്ളത്. എന്താ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേൾക്കാം. ഇപ്പൊ ആർട്ടിക്കിൾ 14 ഉണ്ടല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, തുല്യത, എല്ലാവർക്കും തുല്യതയുണ്ട്. പക്ഷെ ആ സമൂഹത്തിൽ കുറച്ച് ആൾക്കാർ പണക്കാരും കുറെ ആൾക്കാർ തീരെ പാവപ്പെട്ടവരും ആണെങ്കിൽ ഈ തുല്യത കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സൊസൈറ്റി ഇപ്പം നിയമത്തിന് മുമ്പ് എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 ഉണ്ടല്ലോ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അല്ലെ? പക്ഷേ സാമൂഹികപരമായിട്ട് ഒറ്റപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഡെമോക്രസി കൊണ്ട് എന്തെങ്കിലും ഗുണം അവിടെ ഉണ്ടോ? അതുകൊണ്ട് തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി സമൂഹത്തിലെ ഇൻഇക്വാളിറ്റി കുറയ്ക്കുക, പാവപ്പെട്ട വൾണറബിൾ സെക്ഷൻ, അല്ലെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അതൊക്കെയാണ് DPSP പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പുവരുത്തുമ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി എന്ത് ഉറപ്പുവരുത്തുന്നു? DPSP-യിലാണ് ഇത് ഉറപ്പുവരുത്തുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, കുറച്ചൊരു സോഷ്യോളജിക്കൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ എപ്പോഴും പറയും, ഇപ്പം ഈ ആധുനിക നോവലുകളുടെ ഒരു തീം തന്നെ അതാണ്, അല്ലെ? ഒരു വ്യക്തിയും സമൂഹവുമായി എപ്പോഴും കലഹത്തിലാന്ന് പറയാം, അല്ലെ? ദർ ഈസ് എ ഇൻഹറന്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഇപ്പൊ നിങ്ങൾക്കറിയാം, അപ്പൊ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അത് കറക്റ്റ് അറിയാവുന്നത്. വീടിന് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല, ജോലി ആയില്ലേ എന്നുള്ള ചോദ്യം. അപ്പൊ നമ്മൾ വിചാരിക്കും നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ല ചോദിക്കാൻ. ഒരു ദർ ഇസ് എ കോൺഫ്ലിക്ട്. നിങ്ങളത് വ്യക്തിയും ചുറ്റുപാടും കാണുന്ന സമൂഹവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ് നമ്മുടെ ഹോമോസാപ്പിയൻ സ്പീഷീസിന്റെ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്. നിങ്ങൾ നോക്കി ആർട്ടിക്കിൾ 14, 15, 16, 17, 18, 19, 20, 21 എല്ലായിടത്തും എന്താ പറയുന്നത്? ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണ്. പക്ഷെ DPSP-യിലേക്ക് വരുമ്പോൾ അത് കളക്റ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അവകാശങ്ങളെ പറ്റി അവിടെ പറയുന്നത്. കാര്യം സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹമാണല്ലോ, അത് ഇവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ പല സമയത്തും ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. അത് വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ
DPSP സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിന്റെ അവകാശങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മൾ രണ്ട് കോൺസെപ്റ്റുകളെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു ഒറ്റ കാര്യം പഠിച്ചാൽ മതി. കാര്യം അതിന് നേരെ വിപരീതമായിരിക്കും അപ്പുറത്ത് വരുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസ്. അപ്പൊ അതുകൊണ്ട് തന്നെ DPSPയുടെ കേസ് നോക്കാം. DPSP ഇപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾ ഇതെല്ലാം ഒരു കൊളോക്കിയലായി ഏറ്റവും ലോ ലെവലിലുള്ള എക്സാമ്പിൾസ് എടുത്ത് വെച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. വലിയ ബുദ്ധിജീവി കളിച്ച് നിൽക്കില്ല. പരീക്ഷയ്ക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൊളോക്കിയൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് യൂസ് ചെയ്യണം. അപ്പൊ ആർട്ടിക്കിൾ 21 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ. ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള അവകാശമാണ് ഇതിൽ ഉറപ്പ് വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 21 ഇപ്പൊ നിങ്ങളെ ഞാൻ തല്ലിക്കൊല്ലുമ്പോൾ നിങ്ങൾ A എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ A എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ തല്ലിക്കൊല്ലാൻ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യാനല്ലേ ഞാൻ ശ്രമിക്കുന്നത്. അയാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ഞാൻ ഹനിക്കുവാണ്. അപ്പൊ എനിക്കെതിരെ അയാൾക്ക് കേസ് കൊടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം. അത് പണിഷബിൾ ആണ്. ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിൽ കൈയെടുത്താൻ ആർക്കും അവകാശമില്ല. ആർട്ടിക്കിൾ 14, 21 ഒക്കെ പറഞ്ഞൊരു കാര്യം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പണിഷബിൾ ഒഫൻസ്. മാത്രമല്ല നമുക്ക് കോടതിയിൽ പോകാം. അതാണ് ജസ്റ്റിഫയബിൾ എന്ന് പറയുന്നത്. നീതിവാദാർഹം എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് നമുക്കൊരു കാര്യം കോടതി വഴി വാങ്ങിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ജസ്റ്റിഫയബിൾ എന്ന് പറയുന്നത്. നീതിവാദാർഹം അല്ലെ. അപ്പം നമുക്ക് കോടതിയിൽ പോവാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാം ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ. പക്ഷേ DPSP വയലേറ്റ് ആയാൽ ഇതുപോലെ നടക്കൂ. DPSPയിൽ പറയുന്ന ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് അല്ലെ. ആർട്ടിക്കിൾ 44 പറയുന്ന ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ്. കേരളത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഉത്തരാഖണ്ഡില് ഏകദേശം സെറ്റായി. പക്ഷെ തമിഴ്നാട്ടിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ സിവിൽ കോഡ് ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കോടതി പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് DPSP വയലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോടതിയിലൊന്നും പോകാൻ ഒക്കത്തില്ല. അത് നോൺ ജസ്റ്റിസയബിൾ ഇൻ നേച്ചർ എന്ന് പറയും. ഫണ്ടമെന്റൽ റൈറ്റ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് DPSP എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആർട്ടിക്കിൾ 13 ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. നമ്മൾ ഒരു പോർഷൻ പഠിക്കുമ്പോൾ അതിനെ മാത്രമായിട്ട് പഠിക്കാതെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റ് ഘടകങ്ങളെ അതുമായിട്ട് ലിങ്ക് ചെയ്യണം. എന്താണ് ആർട്ടിക്കിൾ 13 പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന നിയമം, റൂൾസ്, ബൈലോസ് എന്ത് വന്നു കഴിഞ്ഞാലും കോടതിക്ക് എന്ത് ചെയ്യാം? ജുഡീഷ്യൽ റിവ്യൂ യൂസ് ചെയ്ത് അതിനെ വെട്ടിക്കളയാം. ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും കോൺസെപ്റ്റ് ജുഡീഷ്യൽ റിവ്യൂ ആണ് അവിടെ വരുന്നത്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾ 13 നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ DPSP വയലേറ്റ് ആയി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 13 ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ സ്കോപ്പ് അവിടെ റിലേറ്റീവ്ലി കുറവാണെന്ന് പറയേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. അപ്പോ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പരാമർശിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ അവകാശങ്ങളാണ് DPSPയിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് റെസ്ട്രിക്റ്റീവ് ആൻഡ് DPSP ഈസ് പോസിറ്റീവ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് നെഗറ്റീവ്, DPSP ഈസ് പോസിറ്റീവ് എന്നൊക്കെ പറയും. ഇവിടെ നെഗറ്റീവ് എന്ന് വെച്ചാൽ മോശം എന്നുള്ള മീനിങ് അല്ല അവിടെ വരുന്നത്. പോസിറ്റീവ് എന്ന് വെച്ചാൽ നല്ലത് എന്നുള്ള മീനിങ്ങും അല്ല വരുന്നത്. ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗവൺമെന്റിന് മുകളിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഗവൺമെന്റിന് തോന്നിയ പോലെ നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഗവൺമെന്റ് നിയമം നിർമ്മിക്കുമ്പോൾ അത് കൃത്യമായും ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുസരിച്ച് വേണം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ലോ മേക്കിംഗ് പവറിന് മുകളിലുള്ള റെസ്ട്രിക്ഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത് അല്ലെ. ഒരു ഇനാക്ടിവിറ്റി, ഒരു കാര്യം ചെയ്യരുതെന്ന് പറയാം. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും ഗവൺമെന്റിനെ തടഞ്ഞു നിർത്തുക, റെസ്ട്രിക്റ്റീവ്. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്റ്റീവ് ആണെന്ന് പറയാം, നെഗറ്റീവ് ആണെന്നും പറയാം. നെഗറ്റീവ്. ഇവിടെ DPSP പോസിറ്റീവ് ആണെന്ന് പറയും, അല്ലെങ്കിൽ DPSP അഫർമേറ്റീവ് ആണെന്നൊക്കെ പറയും അല്ലെ. എന്താണ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു DPSP ആണ് ഗവൺമെന്റ് എങ്ങനെ ഭരിക്കണം എന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അടുത്ത് ഒരു കാര്യം പോയി ഇത് ഇങ്ങനെ ചെയ്യുന്ന പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം DPSP, വിച്ച് മീൻസ് DPSP ഈസ് പോസിറ്റീവ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സോ ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്തു, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തതെന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. ആർട്ടിക്കിൾ 13. DPSP പറയുന്നു ഇതൊക്കെ പോയി ചെയ്യാനാ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് പോസിറ്റീവ്, അഫർമേറ്റീവ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ
ഇതിന്റെ ബേസിക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. മറ്റൊരു പോയിന്റ് വളരെ ഒബ്വിയസ് ആണ്. എമർജൻസി പഠിക്കുമ്പോൾ എമർജൻസിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ചെയ്ത് കൃത്യമായി കാണുക. എമർജൻസി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം DPSP എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ സസ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ എമർജൻസി വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. DPSP ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ദാറ്റ് പവർഫുൾ. നമുക്കറിയാം DPSP എന്ന് പറയുന്ന സംഭവം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തന്നെ നിയമത്തിന്റെ പിൻബലം വേണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ഡിഫോൾട്ട് ഇംപ്ലിമെന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എമർജൻസിയുടെ സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം. പക്ഷെ എമർജൻസിയുടെ സമയത്ത് DPSP സസ്പെൻഡ് ചെയ്യാറില്ല. കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിനെ സസ്പെൻഡ് ചെയ്ത് വരത്തുള്ളൂ. DPSP എന്ന് പറയുമ്പോൾ അതിനങ്ങനെ നോൺ ജസ്റ്റിഫൈബിൾ നേച്ചർ ആയതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലായോ? യെസ്. ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സെപ്റ്റ് 20 and 21 അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബേസിക് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഭവം എന്താ? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ DPSP ആണോ? ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യെസ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ? കാര്യം ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയി നമുക്ക് നേരെ കോടതിയിൽ പോവാം. അപ്പൊ ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയാം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞ SI മെയിൻസ് പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. സോ ഈ ടോപ്പിക് ഒക്കെ ട്രെൻഡിങ് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ടോപ്പിക് ക്ലാസ്സിൽ എക്സ്റ്റെൻസീവായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുക്കുന്നതേ ഉള്ളൂ. ചോദ്യം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPസും ഡിഫറെന്റ് ആണ്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. PSC ചിലപ്പം വളഞ്ഞ മൂക്ക് തുറന്ന രീതിയിൽ ചോദ്യം ചോദിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഫർമേറ്റീവ്, DPSP ആർ പ്രൊഹിബിറ്റീവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അഫർമേറ്റീവ് പ്രൊഹിബിറ്റീവ് എന്നൊക്കെ ടേം കേൾക്കുന്നത്. പക്ഷെ പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ടേം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത് നെഗറ്റീവ് എന്നുള്ള മീനിങ്ങിൽ എടുക്കുക. DPSP ആണോ നെഗറ്റീവ്, അതോ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ നെഗറ്റീവ്? സോറി, ഫണ്ടമെന്റൽ റൈറ്റ് ആണോ നെഗറ്റീവ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അൺലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പീപ്പിൾ ക്യാൻ ടേക്ക് ലീഗൽ ആക്ഷൻ ഇഫ് ഗവൺമെന്റ് ഫെയിൽസ് ടു ഇംപ്ലിമെന്റ് DPSP എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇതിനകത്ത് ഏതാണ് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുക അല്ലെ? ഗവൺമെന്റ് ഒരു സംഭവം ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ DPSP ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ഏത് ഘടകത്തിലാണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുമെന്ന് പറയാം. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് aims at safeguarding weaker and more vulnerable section of society. DPSP ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണെന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങളുടെ ആൻസർ കമന്റ് സെക്ഷനിൽ പറയാം. ഈ ട്രെൻഡ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കുറച്ച് പഠിച്ച് മാക്സിമം ഔട്ട്പുട്ട് ഇടുക. ഇത്രയും ഡേറ്റ വെച്ചാണ് PSC ഇപ്പം തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ പുതിയ പാറ്റേണിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആഴത്തിലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാം. ഡെമോ ക്ലാസ് നേരിട്ട് കണ്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ട് മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് സഹിതമുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ടെലിഗ്രാം മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, വാട്സാപ്പിൽ നിലവിൽ ഓപ്പറേഷൻ ഇല്ല, അതുകൊണ്ട് ടെലിഗ്രാം മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കുകയും ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.